ചേട്ടാ ഒരു പാക്കറ്റ് പാല്, ബേക്കിംഗ് പൗഡർ ഉണ്ടോ? ഓക്കെ ചേട്ടാ 4 ഓറിയോ ബിസ്ക്കറ്റ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെത്തിയൊക്കെയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. സിമ്പിളാണ്, കേക്ക് ഉണ്ടാക്കാൻ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും സംശയം ഉണ്ടാവും എങ്ങനെ ഉണ്ടാക്കാം, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് സംശയം ഉണ്ടാവും. സിമ്പിൾ, വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഉണ്ടാക്കാനായിട്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യമില്ല, നല്ല ടേസ്റ്റി സാധനമാണ്. അപ്പോൾ നമുക്ക് അടുക്കളയിൽ കിടക്കാം. അമ്മേ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് ജിത്തു ആൻഡ് യു ആർ വാച്ചിങ് ട്രാവൽ വിത്ത് ജിത്തു സൈക്ലിസ്റ്റ്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇത്തരം ഐറ്റംസാണ് നമുക്ക് ഓറിയോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടത്. 4 ഓറിയോ ബിസ്ക്കറ്റ്, ഒരു പാക്കറ്റ് പാല്, ബേക്കിംഗ് പൗഡർ, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ആവശ്യം വരും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഇങ്ങനെ പൊട്ടിച്ച് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഇടാം. അപ്പോൾ ഈ ബേക്കിംഗ് പൗഡർ ഒരു 4 ടീസ്പൂണാണ് വേണ്ടത്. അപ്പോൾ നമ്മളത് ഇടാൻ പോകണം. നമുക്കിനി ഈ ബേക്കിംഗ് പൗഡർ ഈ ഓറിയോ ബിസ്ക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഈ പാല് നമ്മൾ തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ഈ ഇതിലേക്ക് ഒഴിക്കേണ്ടത്, മിക്സ് ചെയ്തെടുക്കേണ്ടത്. കൂടിപ്പോയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പം നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചതിലേക്ക് ഇതൊഴിക്കുകയാണ്, പാലൊഴിക്കുകയാണ്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പാല് കറക്റ്റായിട്ടില്ല, ഒന്നുകൂടി കുറച്ചും കൂടി വേണം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് നിറയെ പാല് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടി പോയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അത് ഈ ഒരു പരുവത്തിക്ക് ഇടണം. കണ്ടോ, ഇങ്ങനെ ഇടുമ്പോൾ ആണ് ഇതിങ്ങനെ പോകണ രീതിയിൽ ചോക്ലേറ്റ് പോകണ പോലെ. ഇതാണ് എൻ്റെ കറക്റ്റ് എൻ്റെ അളവ്. ആണോ, സംഭവം സെറ്റായി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ഇടാൻ വേണം. കുറച്ച് ഇങ്ങനെ 2 കഷ്ണമൊക്കെ ആയിട്ട് ഇട്ടിട്ട് ഇതിലേക്കൂടി മിക്സ് ചെയ്യാൻ വേണം. അപ്പോൾ ഓറിയോ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ പാത്രം എടുക്കണത്. അപ്പോൾ ഇവിടെ വേറെ നല്ല പാത്രമില്ല, അപ്പോൾ അതുകൊണ്ട് എടുക്കണത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നവർ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന് ചുറ്റും നമ്മൾ സൺഫ്ലവർ ഓയിൽ പറ്റണം മസ്റ്റായിട്ട്, അല്ലെങ്കിൽ വിട്ട് കിട്ടില്ല. ഈ നമ്മൾ ശരിയായി വരുമ്പോൾ വിട്ട് കിട്ടില്ല. ചുറ്റും താഴേക്കായിട്ട് ഇത് പറ്റാം, സൺഫ്ലവർ ഓയിൽ പറ്റണം. അമ്മേ ഈ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണത് അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇതിൽ പറ്റാൻ പോവാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ ഈ പാത്രത്തിലേക്ക് നമ്മൾ ഓറിയോൻ്റെ അത് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ചട്ടി ചൂടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ചീഞ്ചട്ടി എടുക്കണത്. അപ്പോൾ കുറച്ചൊന്ന് ചൂടായിട്ട് വേണം നമുക്ക് മറ്റേ അത് വെക്കാനായിട്ട്. അപ്പം നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച പാത്രത്തിലേക്ക് ഈ ഓറിയോൻ്റെ ഇതങ്ങനെ ഒഴിക്കാൻ പോവാണ്. അധികം കഴിച്ചു കൊടുക്കാം. നമ്മൾ കറക്റ്റായിട്ട് ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ഈ ഒന്ന് ഷേക്ക് ചെയ്ത് നോക്കാം. ഇനി ഈ കശുവണ്ടി കുറച്ചൊക്കെ എടുത്തിട്ട് പകുതി ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലിങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചട്ടി കുറേ നേരമായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യേണ്ടത് ഇങ്ങനെ കറിപ്പാത്രം അല്ലെങ്കിൽ വല്ല പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ, ഇരുമ്പ് പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ കഷ്ണം ഉണ്ടെങ്കിൽ ഇവിടെ താഴെ ഇറക്കി വെക്കണം. അതിനുശേഷം നമ്മൾ ഇതെടുത്തിട്ട് ഇങ്ങനെ വെക്കണം. അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെറിയ കഷ്ണം വെച്ചേക്കണത്. അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ മൂടി വെക്കണം. മുകളിൽ എന്തെങ്കിലും ഇങ്ങനെ വെച്ചേക്കാം, ഇത്തിരി വെയിറ്റ് കൂടാൻ വേണ്ടി, ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കണം. അപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20-25 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എന്നാലും കറക്റ്റായിട്ട് പൊങ്ങി സാധനം വരുള്ളൂ, കറക്റ്റ് കേക്കിൻ്റെ ഷേപ്പിൽ വരും. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ ഞാൻ കേക്ക് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നല്ല ചൂടുണ്ടാവും. നമ്മളപ്പോൾ ഒരു തുണി വെച്ചിങ്ങനെ എടുക്കണം. അപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ ഓറിയോ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയാണ്, നല്ല സ്മെല്ലൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്.
അപ്പോൾ ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് പയ്യെ മാറ്റണത്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് അടിപൊളി കേക്കാണ്. അപ്പോൾ ഇത് മുറിക്കാൻ പോവേണ്ട. അപ്പോൾ ഫ്രണ്ട്സ് കേക്ക് മുറിക്കാൻ പോയാണ്. ഇതൊക്കെ സെറ്റാണ്. അപ്പോൾ അച്ഛനും അമ്മയും അനിയനൊക്കെ റെഡിയാണ്. അപ്പോൾ നമുക്ക് മുറിക്കാം. ഓക്കെ. അപ്പോൾ കേക്ക് മുറിക്കാൻ പോയാണ്. അപ്പോൾ ഫ്രണ്ട്സ് അടിപൊളി കേക്കാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.